ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഈ ആഴ്ചയിലെ ആദ്യത്തെ ദിനം പോസിറ്റീവായിട്ട് തന്നെ ഓപ്പൺ ചെയ്തു. ICICI ബാങ്ക്, ശ്രീരാം ഫിനാൻസ് തുടങ്ങിയ ഫിനാൻഷ്യൽ കമ്പനീസ് നിഫ്റ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയി. ഇന്ന് നിഫ്റ്റി 80 പോയിന്റ് മുകളിലും കൂടാതെ തന്നെ ഫിനാൻഷ്യൽ നിഫ്റ്റി ഏകദേശം 200 പോയിന്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തിയിരുന്നു. ഏഷ്യൻ സൈഡിൽ നിന്ന് കനത്ത ഇടിവ് തുടരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും യൂറോപ്യൻ മാർക്കറ്റും ഈവൻ ഇന്ത്യൻ മാർക്കറ്റും പോസിറ്റീവായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഈ ആഴ്ച US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. US ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നത് ബുധനാഴ്ചയാണ് 6 മണിക്ക്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നത് വ്യാഴാഴ്ചയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ ഗ്ലോബൽ ഇവൻറ്റുകൾ ശക്തരായിട്ടുള്ള ഗ്ലോബൽ ഇവൻ്റ് ഉള്ള ഒരാഴ്ചയാണ്. ഫോക്കസ് ചെയ്യുക. ഇന്ന് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ആ ഒരു ക്ലോസ് കാണാം, ഫ്രൈഡേ ക്ലോസ്. ഇന്നത്തെ ലോ കാണാം. ഇന്ന് ലോയാണത് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഓപ്പൺ അല്ല, ലോയാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ക്ലോസിൽ നിന്ന് ഇന്നത്തെ ലോ എന്ന് പറയുന്നത് ഏകദേശം ഒരു 112 പോയിൻ്റാണ്. 112 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതായത് വെള്ളിയാഴ്ച ഇടിഞ്ഞിരുന്നു, അതിൽ നിന്നും വീണ്ടും ഇടിഞ്ഞു. എന്നാൽ നിഫ്റ്റി പതിയെ മുന്നോട്ട് കയറി 24,942 നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം HUL ഐസ്ക്രീം ബിസിനസ് അവർ പുനരാരംഭിക്കുന്ന ചർച്ചകൾ നടത്തുന്ന ന്യൂസ് നമ്മൾ പ്രീ മാർക്കറ്റിൽ കണ്ടു. 3% റാലി. ശ്രീരാം ഫിനാൻസ് 2.5%. ICICI ബാങ്ക്, ITC, ബ്രിട്ടാനിയ. അപ്പോൾ FMCGയിൽ നിന്ന് ITCയും ബ്രിട്ടാനിയയും കൂടാതെ തന്നെ HUL. അപ്പോൾ FMCG സെക്ടറാണ് ഇന്ന് ശക്തമായിട്ട് നിലകൊണ്ടിട്ടുള്ളത്. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് ONGC ആണ് 3.5%. IT കമ്പനി ആയിട്ടുള്ള ടെക്കം, ഹിൻഡൽകോ, NTPC, BPCL തുടങ്ങിയ കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 55,300, ബ്രന്റ് ഓയിൽ 71, ഗോൾഡ് $2,497 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. $2,500 മുകളിൽ പോയതാണ്. അപ്പോൾ ചൈനീസ് ഗവൺമെൻറ് ഗോൾഡിൻ്റെ ശേഖരം കുറയ്ക്കുന്നു എന്നുള്ള ന്യൂസാണ് ഗോൾഡ് സ്ലൈറ്റ്ലി ഒന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് കാണാം. അതിന് താഴെയുള്ളത് ഓസ്ട്രേലിയ 25 പോയിൻറ്റ് മൈനസ് ആയിരുന്നു. ചൈന 1% ഇടിഞ്ഞു. കൊറിയ 0.5% ഇടിഞ്ഞു. നിക്കി ജപ്പാൻ മാർക്കറ്റ് 3/4% ഇടിഞ്ഞു. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് 6% ഇടിഞ്ഞ്, അതായത് ചാഞ്ചാട്ട സൂചിക ഇടിഞ്ഞ് 14. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റാണ് ഡാക്സ്, CAC 40, FTSE അത് 3 പോസിറ്റീവാണ്. ഇനി നാളെ നമുക്ക് ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ അതിൽ ആ ഒരു ഹാച്ച് കാണുന്നത് ഇൻക്രീസ് ആകുന്നതാണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ആകുന്നതാണ്. അത് പുട്ട് സൈഡിലും കോഡ് സൈഡിലും, അതായത് ഗ്രീൻ ഹാച്ച് കാണുന്നത് പുട്ട് സൈഡിൽ ഇൻക്രീസ് ആയതാണ്. അപ്പോൾ എവിടെ ഇൻക്രീസ് ആയിട്ടുള്ളത് 23,500 മേജർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ കോൾ സൈഡിലും 24,000 അതിന് താഴെയുള്ളതെല്ലാം തന്നെ കോൾ സൈഡിലും അഗ്രസീവ്ലി കോളും ഷോർട്ട് ചെയ്തിട്ടുണ്ട്, പുട്ടും ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും 24,000 മേജർ റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. PCR 0.82 എന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ ഡേറ്റാസ് എല്ലാം തന്നെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾ മാത്രം നോക്കൂ, ഞങ്ങൾ നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. ഇതാണ് മാർക്കറ്റിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഉള്ളത്. അതനുസരിച്ചാണ് മാർക്കറ്റ് പോകാൻ ഏറെക്കുറെ സാധ്യതകൾ ഉള്ളത്. അഗ്രസീവായിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെ നടക്കണ സമയത്ത് മാത്രമാണ് ഓപ്പൺ ഇൻട്രസ്റ്റുകൾക്ക് പ്രാധാന്യം ഇല്ലാത്തത്. അല്ലാത്ത സമയത്തെല്ലാം തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ ആളുകളെല്ലാം തന്നെ കീനായിട്ട് ഒരു റെഫറൻസായിട്ട് നോക്കുന്ന ഒരു ഡേറ്റയാണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. ടാറ്റ മോട്ടേഴ്സ്, നമുക്കറിയാം ദീപാവലി ആഘോഷങ്ങൾ വരികയാണ്, ഓണാഘോഷങ്ങൾ വരികയാണ്. അപ്പോൾ ഇപ്പോൾ പേപ്പറിലെല്ലാം തന്നെ ഒരുപാട് പരസ്യങ്ങളെല്ലാം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്, ലീഫ്ലെറ്റുകളെല്ലാം തന്നെ. അപ്പോൾ കാര്യം ഇതാണ്, ടാറ്റ മോട്ടോഴ്സ് അവരുടെ തിരഞ്ഞെടുത്ത വാഹനങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ വിലക്കുറവ്, ഡിസ്കൗണ്ട് അവർ പ്രഖ്യാപിച്ചു എന്നുള്ള ന്യൂസാണ്. GST കൗൺസിലിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് ഈ ഒരു ഗെയിമിംഗ് സെക്ടറാണ്. കാസിനോ സെക്ടറും ഗെയിമിംഗ് സെക്ടറും. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നസാറ ടെക്കും ഡെൽറ്റ കോർപ്പും, ഈ 2 കമ്പനീസാണ് ഓൺലൈൻ ഗെയിമിംഗ് നടക്കുന്നത്. ഹോഴ്സ് റേസിംഗ്, ഇപ്പോൾ ഡെൽറ്റ കോർപ്പ് ആണെങ്കിൽ കാസിനോ ബിസിനസ്. അപ്പോൾ അങ്ങനത്തെ ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അവരുടെ GST 28%. അപ്പോൾ ഇത് കുറച്ചേക്കാമെന്നുള്ള ഒരു ന്യൂസ്, ഒരു കുറച്ചേക്കുമോ എന്നുള്ളൊരു അഭ്യൂഹം നിൽക്കുന്നുണ്ട്. അപ്പോൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗെയിമിംഗ് സെക്ടറിൻ്റെ കാര്യത്തിൽ 28% റിവ്യൂ ഇനി ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് വരാണെങ്കിൽ ആ സെക്ടറിനൊക്കെ ഗുണകരമായേക്കാം. HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി 26,000 കോടി രൂപയുടെ ഡിഫൻസ് ഓർഡർ കമ്പനിയും മിനിസ്ട്രി ഓഫ് ഇന്ത്യയും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. JSW ഇൻഫ്ര കമ്പനി
2360 കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്രൊജക്റ്റുകൾ ഇവർ ചെയ്യുന്നുണ്ട്. തിലകനഗർ ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ സ്പേസ്മാനിൽ 13 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. സിസിലോൺ എനർജി കമ്പനി ഇവർ NTPCയുടെ ഭാഗത്തുനിന്ന് ഒരു റിന്യൂവബിൾ എനർജിയുടെ ഒരു ഓർഡർ ലഭിച്ചു. GMR എയർപോർട്ട് കമ്പനി ഇവർ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ $126 മില്യൺ മുടക്കി 10% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ഗ്രീവ്സ് കോട്ടൺ കമ്പനിയുടെ 3 ടൂ വീലർ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് അപ്രൂവൽ കൊടുത്തു. PNB ഹൗസിംഗ് 2500 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. സെൻകോ ഗോൾഡ് ഈ ഗോൾഡ് ഇതര റവന്യൂ ഉയർത്തും 5% ഉയർത്തുമെന്ന് കമ്പനി പറയുന്നുണ്ട്. കോൺകോറിൻ്റെ ഭാഗത്തുനിന്ന് LIC കോൺകോറിൻ്റെ സ്റ്റേക്ക് ഉയർത്തിയിട്ടുണ്ട്. അഹ്ലുവാലിയ കോൺട്രാക്ട് 13 കോടി രൂപയാണ് ഇവരുടെ പുതിയ ഓർഡർ കിട്ടിയത്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനി ഇവർ ഈസി ട്രിപ്പ് പ്ലാനേഴ്സിനെ സംബന്ധിച്ച് വേറെ ന്യൂസാണ്. ഇവരുടെ ബോർഡ് മീറ്റിംഗ് സെപ്റ്റംബർ 13 ഉണ്ട്. വ്യത്യസ്ത അക്വിസിഷൻസ് അന്ന് ദിവസം അവർ അനൗൺസ് ചെയ്യും. തോമസ് കുക്കാണ് ഈ പറഞ്ഞ മലേഷ്യൻ ഏവിയേഷൻ ഗ്രൂപ്പായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തത്. ഈസി ട്രിപ്പും തോമസ് കുക്കും ഈ ഒരു ട്രാവൽ സെഗ്മെൻറ്റിൽ സർവീസ് കൊടുക്കുന്ന കമ്പനിയാണ്. ഷ്യാം മെറ്റാലിക്സ് കമ്പനി ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് ഇൻക്രീസ് ചെയ്തു. റോയൽ ഓർക്കിഡ് ഹോട്ടൽ നേപ്പാളിൽ ഒരു പുതിയ ഹോട്ടൽ തുടർന്നു. സർവേശ്വർ ഫുഡ് കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവർ NBFC ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ളതാണ് ന്യൂസുകൾ. ഇനി നമ്മൾക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. നമുക്ക് ട്രേഡ് ബഡി എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. വെബ്സൈറ്റ് bismate.com ആണ്. അതിൻ്റെ ട്രേഡിംഗ് ഡിവിഷനാണ് ട്രേഡ് ബഡി ടാബ്. രണ്ടിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടല്ലോ. ആളുകൾ പറയുന്നുണ്ട് ഈ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കാണുന്നില്ല, അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാണുന്നില്ല. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഈ ലിങ്കുകളെല്ലാം തന്നെ അവിടെയാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. സിമ്പിളാണല്ലോ. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ അറിയില്ലാത്ത ആളുകൾക്ക് അതറിയാവുന്ന വേറെ സുഹൃത്തുക്കളുടെ സഹായം തേടാം. വളരെ സിമ്പിളായിട്ട് ജോയിൻ ചെയ്യാമെന്നുള്ളൂ. ഈ ജോയിൻ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമ്മളുടെ ഗ്രൂപ്പാണെന്ന് കരുതി വേറെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതിരുന്നാൽ മതി. ഇനി നമ്മൾ അപ്പോൾ പറയുന്നത് പോലെ തിങ്കളാഴ്ച ദിവസം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു റിക്കവറി കണ്ടു. FISൻ്റെ ആക്ടിവിറ്റീസ് പ്രധാനമാണ്. FISൻ്റെ ഡേറ്റാസ് വന്നിട്ടില്ല. അത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അല്ലെങ്കിൽ നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ 7 വിശദമായിട്ട് പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു ഓൾ.